ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കോവയ്ക്ക വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കോവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോവയ്ക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യണം, ആ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഒരു 10 കോവയ്ക്കോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സൈഡ് ചരിച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ചെറിയ ഉള്ളി വേണം. ഒരു 15ഓളം ചെറിയ ഉള്ളി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുത്താൽ മതി, അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചതച്ച് വയ്ക്കുക. കല്ലിലുണ്ടെങ്കിൽ കല്ലിൽ ചതച്ചെടുത്താലും മതി. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. സവോളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ ഉള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളമൊന്നും ഒഴിക്കരുത്. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കോവയ്ക്ക എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ, ഇങ്ങനെ തന്നെ അരിയണം എന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ അരിയുമ്പോൾ കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒന്ന് തുറന്ന് കൊടുത്ത് ഇടയ്ക്ക് വീണ്ടും ഒതുക്കി കൊടുത്ത് അങ്ങനെ എടുക്കാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് ചതച്ച മുളക്, നമ്മുടെ വറ്റൽമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വറ്റൽമുളക് ചതച്ചത്. ഇതാവുമ്പോൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ, നമ്മുടെ പിരിയമുളകാണ്. അപ്പോൾ അത്യാവശ്യം കളറും കിട്ടും. പിരിയമുളക് ചതച്ചതാണ്, അതുകൊണ്ടാണ് നല്ലൊരു കളറുള്ളത്. അത് ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, നല്ലൊരു കളറും ഇല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ലൊരു കളറ് കിട്ടും. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കാശ്മീരി മുളക് തന്നെ, വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിക്കുന്ന ടെൻഷനൊന്നും വേണ്ട. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്നൊരു പരുവാവരുത് കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോവും. ഒരുപാട് അത് ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും. വെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ആ എണ്ണയിൽ തന്നെ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയും മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഉണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ല. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയോണ്ട് നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പീസൊക്കെ കാണിച്ചു തരാം. ബാക്കി റെസിപ്പീസ് എന്ന് പറയുന്നത് ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് അതൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഊണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പാം. ചോറിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് സാമ്പാറാണ് കേട്ടോ. ഞാൻ ഒഴിച്ചറിയായിട്ട് സാമ്പാറാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചെയ്യുന്നത് മത്തി മീൻ മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ചതാണ്. അതുപോലെ തന്നെ മാങ്ങ അച്ചാർ, സാലഡ് ഉണ്ട്, തൈരും ഉള്ളിയും തക്കാളിയൊക്കെ, അതുപോലെ നമ്മുടെ കോവയ്ക്ക. ഇതിലൊരു സ്പെഷ്യൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ മാങ്ങയും മുരിങ്ങയായിട്ടുള്ള മത്തിക്കറി, തേങ്ങ അരച്ച മത്തിക്കറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാരങ്ങ അച്ചാർ. ഇനി ഇതിനകത്തേക്ക് ഇതാണ് സ്പെഷ്യൽ കേട്ടോ. ഒരു സ്പെഷ്യൽ മസാലയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഈ മീൻ. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സവോളയൊക്കെ വെച്ചിട്ട് ഒരു മസാല കൂട്ടും കൂടി ഇതിൽ തയ്യാറാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ.
മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിൽ പുളിയൊക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനൊരു സവോളയൊക്കെ ചേർത്തൊരു മസാല, സെപ്പറേറ്റ് ആയിട്ടൊരു മസാല കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ചെയ്യാം കേട്ടോ. അതുപോലെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് മാങ്ങയും മുരിങ്ങയ്ക്കയിട്ട് മത്തിക്കറിയുടെ റെസിപ്പിയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അത് വേണ്ടുന്നവർക്ക് ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്സിലുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണ്ടുന്നവരെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണത്. ഒരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻസ് വരും. ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ബെല്ലൈക്കൺ അതിന് വേണ്ടിയിട്ടാണ്, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതാണെന്ന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൊണ്ടൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടായിരിക്കാം നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ഡേയ്സ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചെയ്യുക. അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സ് കൂടുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈവനിങ് ഒരു 9 o'clockനുള്ളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്നൊന്നും കാണാൻ പറ്റും. കാരണം ഇപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല, നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാം മറക്കണ്ട. ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ. എന്നിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അറിയാവുന്നവർ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.